ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 5th സ്റ്റാൻഡേർഡിലെ ആരോഗ്യ കായിക വിദ്യാഭ്യാസം, കലാവിദ്യാഭ്യാസം, തൊഴിൽ ഉദ്ഗ്രഥ വിദ്യാഭ്യാസം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് ഒന്നാമത്തെ ചോദ്യം എന്താ നോക്കാം അല്ലേ. താഴെ കൊടുത്തിരിക്കുന്ന ഓരോ ചോദ്യങ്ങളും ശ്രദ്ധാപൂർവം വായിച്ച് ഉത്തരം എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നിയമാനുസരണമോ നിർദ്ദേശാനുസരണമോ ഉള്ള ചലനങ്ങളാണ് എന്തെന്ന് പറഞ്ഞിട്ടുള്ളത്. ഘടനാപരമായ ചലനങ്ങളാണ് അല്ലേ, ഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഘടനാപരമായ ചലനങ്ങളല്ലേ? ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ സി, ബി മാത്രം ശരിയാണ്. ദെൻ യോഗാസനവുമായി ബന്ധപ്പെട്ട പ്രസ്താവന വായിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തി എഴുതുക. പ്രസ്താവന 1, യോഗാസനങ്ങൾ പരിശീലിക്കുന്നതിനിടെ മികച്ച ശരീര സംസ്ഥിതി കൈവരിക്കുന്നു. പ്രസ്താവന 2 എന്താണ്? ശ്രദ്ധയും ഏകാഗ്രതയും കുറയുകയും മാനസിക സമ്മർദ്ദം വർദ്ധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ തന്നിട്ടുള്ളതിൽ നമുക്കറിയാം 1 ശരിയാണ്, എന്നാൽ രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണല്ലേ. അപ്പോൾ 1 ശരിയും 2 തെറ്റുമാണല്ലേ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് വരുന്നത് ആൻസർ, ഓപ്ഷൻ ബി. ദെൻ പട്ടിക പൂർത്തീകരിക്കുക. വിവിധ ഘട്ടങ്ങൾ: കായൽ, അനുയോജ്യമായ കളികൾ, വള്ളംകളിയും കനോയിങ്ങും നൽകിയിട്ടുണ്ട് അല്ലേ. ഇനി മലയോര പ്രദേശങ്ങളിൽ നമുക്ക് എന്തൊക്കെ എഴുതാം? ട്രെക്കിങ്ങും റോക്ക് ക്ലൈമ്പിങ്ങും എഴുതാം അല്ലെ. ട്രെക്കിങ്ങും റോക്ക് ക്ലൈമ്പിങ്ങും എഴുതാവുന്നതാണ്. ദെൻ സമതലങ്ങളിൽ നമുക്ക് ഏതൊക്കെ എഴുതാം? ഫുട്ബോൾ, ക്രിക്കറ്റ്, കബഡി ഒക്കെ ഏതെങ്കിലുമൊക്കെ 3 നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും അല്ലേ. ഇത് കളിക്കിടയിൽ സാധാരണയായി സംഭവിക്കുന്ന പരിക്കുകൾ എന്തെല്ലാമാണ്? മുറിവുകൾ ഉണ്ടാവും, ചതവ്, ഉളുക്ക്, ഒടിവ് ഇവയൊക്കെ അല്ലേ. എന്തൊക്കെയാണ്? മുറിവ്, ചതവ്, ഉളുക്ക്, ഒടിവ്. ദെൻ സ്ട്രൈക്കിംഗ് ആൻഡ് ട്യൂൺ എന്ന കളിയിൽ ഏർപ്പെടുമ്പോൾ ഏതെല്ലാം അടിസ്ഥാന ചലനങ്ങളാണ് നിങ്ങൾ പരിചയപ്പെട്ടത്? ഏതെല്ലാമായിരുന്നു? ഓടുക, ചാടുക, വെട്ടിത്തിരിയുക എന്നുള്ളതാണ് അല്ലേ. ഓടുക, ചാടുക, വെട്ടിത്തിരിയുക. ഓക്കെ. ദെൻ ഘടനാപരമായ ചലനങ്ങൾക്ക് ഉദാഹരണം എന്തെല്ലാമാണ്? മാർച്ച് പാസ്റ്റ്, പരേഡ് ഒക്കെ അല്ലേ. മാർച്ച് പാസ്റ്റ്, പരേഡ്. ദെൻ പ്രഥമ ശുശ്രൂഷയിൽ അടിസ്ഥാന അറിവ് നേടുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ജീവൻ രക്ഷിക്കാൻ സഹായിക്കുന്നു, അതുപോലെ തന്നെ എന്താണ്? പരിക്കുകൾ വഷളാകാതെ തടയുന്നു അല്ലേ. അപകടമുണ്ടായ വ്യക്തിക്ക് എന്ത് ചെയ്യുന്നു? ആശ്വാസം നൽകുന്നു. ഓക്കെ. ദെൻ പ്രഥമ ശുശ്രൂഷ എന്നാൽ എന്ത് എന്നാണല്ലേ അടുത്ത ചോദ്യം. അതായത് അപകടത്തിൽപ്പെട്ട ഒരാൾക്ക് വിദഗ്ധ ചികിത്സ ലഭിക്കുന്നതിന് മുമ്പായി നൽകുന്ന പ്രാഥമിക പരിചരണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രഥമ ശുശ്രൂഷ എന്ന് വിളിക്കുന്നത് അല്ലേ. അപകടത്തിൽപ്പെട്ട ഒരാൾക്ക് വിദഗ്ധ ചികിത്സ ലഭിക്കുന്നതിന് മുൻപായി നൽകുന്ന പ്രാഥമിക പരിചരണത്തെയാണ് പ്രഥമ ശുശ്രൂഷ എന്ന് വിളിക്കുന്നത്. ഓക്കെ. ദെൻ ഭുജംഗാസനം ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്തെല്ലാം എന്നാണല്ലേ. എന്തെല്ലാം ഗുണങ്ങളാണുള്ളത്? നട്ടെല്ലിന് വഴക്കം ലഭിക്കുന്നു, അതുപോലെ തന്നെ എന്താണ്? ശ്വസന പ്രക്രിയ സുഗമമാകുന്നു, ദഹന പ്രക്രിയ മെച്ചപ്പെടുന്നു. ദെൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എന്താണ്? ക്രിക്കറ്റ് കളിയിൽ ഉപയോഗിക്കുന്ന സുരക്ഷാ ഉപകരണങ്ങൾ എന്തൊക്കെയാണ്? ഹെൽമെറ്റ്, പാഡുകൾ, ഗ്ലൗസുകൾ, എൽബോ ഗാർഡ് എന്നിവയൊക്കെയാണ് അല്ലേ. ഇനി ആടും പുലിയും എന്ന കളിയിൽ പങ്കെടുത്തപ്പോൾ നേടിയ ശേഷികൾ എന്തെല്ലാം ശേഷികളാണ്? ഏകാഗ്രത, അതുപോലെ തന്നെ ആസൂത്രണ മികവ്, ബുദ്ധിശക്തി, കൂട്ടായ പ്രവർത്തനം. ഏകാഗ്രത, ആസൂത്രണ മികവ്, ബുദ്ധിശക്തി, കൂട്ടായ പ്രവർത്തനം എന്നിവയൊക്കെയാണ് അല്ലേ. ഇനി ഒന്നാമത്തെ ചോദ്യം നോക്കാം നമുക്ക്. കലാവിദ്യാഭ്യാസത്തിലെ പുസ്തകങ്ങളിൽ കഥയുടെയും കവിതയുടെയും കൂടെ ചിത്രങ്ങൾ കാണാറുണ്ടല്ലോ. വായന ഏറെ രസകരമാക്കുന്ന ഇത്തരം ചിത്രങ്ങൾ ഡേഷ് എന്നറിയപ്പെടുന്നു. എന്താണ് അറിയപ്പെടുന്നത്? അതെ, ഇല്ലസ്ട്രേഷൻ എന്നാണ് അല്ലേ. അതായത് എ മാത്രം ശരിയാണ്. ദെൻ കർണാടക സംഗീത കച്ചേരികളിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ ചിത്രങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. വാദ്യോപകരണങ്ങളുടെ പേര് പട്ടികയിൽ നിന്ന് കണ്ടെത്തി എഴുതുക. എന്തൊക്കെയാണ്? എ വയലിനാണ്, ദെൻ ബി മൃദംഗമാണ്, ദെൻ സി ഘടം, ഡി തമ്പുരു അല്ലേ. സി ഘടം, ഡി തമ്പുരു. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണല്ലേ വരുന്നത്. ആൻസർ ഓപ്ഷൻ ബി, എ 3 അല്ലേ. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അനു തൻ്റെ സർട്ടിഫിക്കറ്റുകൾ അടുക്കും ചിട്ടയോടും കൂടി വയ്ക്കുന്നതിനായി ഒരു ഫ്ലെക്സി ഫയൽ നിർമ്മിക്കുവാൻ തീരുമാനിച്ചു. അനുവിന് ഫയൽ നിർമ്മാണത്തിന് ആവശ്യമായ സാധനങ്ങൾ നിർദ്ദേശിക്കാമോ എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്? സൂചിയും മികശിഷും അല്ലേ. ദെൻ എന്തൊക്കെയാണ്? അനുവിന് ഫയൽ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നിർദ്ദേശിക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ദെൻ സച്ചുവും നിച്ചുവും ഗ്രോ ബാഗിൽ കൃഷി ചെയ്യാൻ തീരുമാനിച്ചു. സച്ചുവും നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞിട്ടുള്ളത്.
ഓക്കെ, മൂന്നാമത്തെ ചോദ്യം നോക്കാം. കൈവിരലുകൾ മാത്രം ഉപയോഗിച്ച് മുദ്രകളിലൂടെ ആശയങ്ങൾ പ്രകടിപ്പിക്കുവാൻ സാധിക്കും. താഴെ കൊടുത്തിരിക്കുന്ന മുദ്രകളുടെ പേര് തിരഞ്ഞെടുത്തെഴുതുക. ഏതൊക്കെ മുദ്രകളാണത്? നമുക്കറിയാം ഏതാണ്? സൂചി, അതുപോലെ തന്നെ ഏതാണ്? മൃഗശീർഷമാണ് അല്ലേ? സൂചിയും മൃഗശീർഷമാണ്. ദെൻ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന വ്യക്തി ആരാണെന്ന് പ്രസ്താവനകളിൽ നിന്ന് തിരിച്ചറിയുക. ആരാണിത്? നിലമ്പൂർ ആയിഷയാണ് അല്ലേ? ഓക്കെ, ദെൻ സിനിമയിൽ ഒരു നടൻ നടി കരയുന്നത് കണ്ടാൽ നമുക്ക് സങ്കടം തോന്നാറുണ്ട്. യഥാർത്ഥത്തിൽ കരയുകയല്ല എന്നറിഞ്ഞിട്ട് നമുക്ക് സങ്കടം തോന്നുന്നുകൊണ്ട് എന്തുകൊണ്ടാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? അഭിനേതാവ് തൻ്റെ വികാരങ്ങൾ എന്ത് ചെയ്യും? തന്മയത്തോടെ പ്രകടിപ്പിക്കുന്നത് കൊണ്ടും ആ കഥാപാത്രത്തിൻ്റെ സാഹചര്യം നമ്മളെ സ്വാധീനിക്കുന്നതും കൊണ്ടാണല്ലേ. ഓക്കെ, ദെൻ 6th ക്വസ്റ്റ്യൻ. കർണാടക സംഗീതത്തിലെ സപ്തസ്വരങ്ങൾ ആരോഹണ ക്രമത്തിൽ തന്നിട്ടുണ്ട്. അവരോഹണ ക്രമത്തിൽ പട്ടിക വരച്ച് പൂർത്തിയാക്കി എഴുതുക എന്നാണ് അല്ലേ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ സരിഗമ പദനിസ നൽകിയിട്ടുണ്ട്. ഇനി ഏതാണ് അവരോഹണം? സ, നി, ത, പ, മ, ഗ, രി, സ എന്നാണ് അല്ലേ. നിങ്ങൾ വരച്ച് എഴുതിയിട്ടുണ്ടാവുമല്ലോ. ഇനി ഏതെങ്കിലും ഒരെണ്ണത്തിന് ഉത്തരം എഴുതുക. 7B 7A. ഓക്കെ, നമുക്ക് ചോദ്യം നോക്കാം. 7ാമത്തെ ചോദ്യം ബാക്കി നോക്കാം നമുക്ക്. വിവിധ രാജ്യങ്ങളിലെ വ്യത്യസ്ത പ്രദേശങ്ങളിലെ നൃത്തരൂപങ്ങളുടെ ചിത്രമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. അവയുടെ പേരെഴുതുക എന്നാണ് അല്ലേ. ഒന്നാമത്തേത് എന്താണെന്ന് കൊടുത്താൽ 2 മണിപ്പൂരിയാണ്, 3 ഒഡീസിയാണ് അല്ലേ. ദെൻ 4 യെസ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോന്നിൻ്റെയും എഴുതിയിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, ദെൻ യെസ്, ഇവിടെ ചിത്രം ക്ലിയർ അല്ല. അപ്പം നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നൃത്തരൂപങ്ങൾ ഏതെല്ലാമാണ്? ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? അത് എഴുതിയിട്ടുണ്ടാവും അല്ലേ. ഇവിടെ ചിത്രങ്ങൾ ക്ലിയർ ആവുന്നില്ല. ഓക്കെ, ദെൻ ബി ക്വസ്റ്റ്യൻ. കുളത്തിലെ വലിയ മത്സ്യങ്ങളെ കണ്ടപ്പോൾ കുഞ്ഞൻ തവളയ്ക്ക് വെള്ളത്തിലേക്ക് ചാടാൻ ഒരു ഭയം. അവൻ കുളക്കരയിലെ പുൽച്ചെടികൾക്കിടയിൽ നിന്ന് കുളത്തിലേക്ക് നോക്കിയിരിപ്പായി. കഥാസന്ദർഭത്തിലെ രംഗം കഥാപാത്രങ്ങളെ ഉൾപ്പെടുത്തി വരച്ച് ആവശ്യമായ നിറം നൽകാനാണല്ലേ പറഞ്ഞിട്ട്. ഓക്കെ, ദ നെക്സ്റ്റ് തൊഴിൽ ഉദ്ഗ്രഥിത വിദ്യാഭ്യാസം നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. ഈ പ്രസ്താവനകൾ പരിഗണിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ സി ആണ് അല്ലെ. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. ദെൻ ചേരുംപടി ചേർത്ത് ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക. ഏതാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്? അതെ, ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത് അല്ലെ. ആൻസർ ഓപ്ഷൻ എ. A3B4 ആൻസർ ഓപ്ഷൻ ബി ആണ്. ആൻസർ ഓപ്ഷൻ ബി. A3B4 C1 D2 ആണ് അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ദെൻ യെസ്, മൂന്നാമത്തെ ചോദ്യം അല്ലേ. അനുതൻ്റെ സർട്ടിഫിക്കറ്റുകൾ അടുക്കും ചിട്ടയോടും കൂടി വയ്ക്കുന്നതിനായി ഒരു ഫ്ലെക്സി ഫയൽ നിർമ്മിക്കുവാൻ തീരുമാനിച്ചു. അനുവിന് ഫയൽ നിർമ്മാണത്തിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ്? കട്ടിയുള്ള കാർഡ്ബോർഡ് ഷീറ്റ്, വർണ്ണ പേപ്പർ, പശ എന്നിവയ്ക്ക് ഉപയോഗിച്ചിട്ട് ആകർഷകമായൊരു ഫോൾഡർ ഫയൽ നിർമ്മിക്കുക അല്ലേ. ഇനി പഴയ കലണ്ടറുകളോ കാർഡ്ബോർഡ് പെട്ടികളോ ഒക്കെ ഇതിനായിട്ട് പുനരുപയോഗിക്കാവുന്നതാണ്. ഇനി സച്ചുവും നിച്ചുവും ഗ്രോ ബാഗിൽ കൃഷി ചെയ്യാൻ തീരുമാനിച്ചു. സച്ചു ഗ്രോ ബാഗിൽ മണ്ണ് മാത്രം നിറയ്ക്കുകയും നിച്ചു പോട്ടിംഗ് മിശ്രിതം നിറയ്ക്കുകയും ചെയ്തു. ആരുടെ ഗ്രോ ബാഗിലെ ചെടിയാണ് നന്നായി വളർന്നിട്ടുണ്ടാവുക? കാരണം എന്താണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഏതായിരിക്കും? നിച്ചുവിൻ്റെ ചെടിയിലാണല്ലേ നന്നായി വളരുന്നത്. കാരണം എന്താണ്? ചെടി വളരാൻ ആവശ്യമായ പോഷകങ്ങൾ അടങ്ങിയ പോട്ടിംഗ് മിശ്രിതമാണല്ലേ. അതായത് നമുക്കറിയാവുന്നതാണ് നിച്ചു ഉപയോഗിച്ചത് അല്ല, സച്ച് വെറും മണ്ണ് മാത്രമാണല്ലേ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ 5ാമത്തെ ചോദ്യം. കുടുംബ ബജറ്റിൽ വരവിനേക്കാൾ കൂടുതൽ ചെലവാണെങ്കിൽ അത് നിയന്ത്രിക്കാൻ ഏതെങ്കിലും 2 മാർഗം എന്തൊക്കെ നമുക്ക് ചെയ്യാം? അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക, അതുപോലെ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം മുൻഗണന നൽകുക അല്ലേ. അതുപോലെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള വഴികൾ കണ്ടെത്തുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. സനുവിൻ്റെ വീട്ടിൽ പാഴ്വസ്തുക്കൾ ജൈവം അജൈവം എന്നിങ്ങനെ വേർതിരിച്ചു വയ്ക്കുന്നു. ഇങ്ങനെ പാഴ്വസ്തുക്കൾ തരംതിരിച്ചു വെക്കുന്നതിൻ്റെ ആവശ്യകത എന്താണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ആവശ്യകത എന്താണ്? ജൈവ മാലിന്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പോസ്റ്റ് ആക്കാനോ അജൈവ മാലിന്യങ്ങൾ പുനരുപയോഗിക്കാനോ റീസൈക്കിൾ ചെയ്യാനോ എളുപ്പമാകും അല്ലേ. അപ്പോൾ ഇതുമൂലം എന്താണ്? പരിസ്ഥിതി മലിനീകരണം കുറയുന്നു. ദെൻ പാഴ്വസ്തുക്കൾ തരംതിരിച്ച് ശേഖരിക്കാനുള്ളൊരു സംവിധാനം നിർദ്ദേശിക്കാമോ? എന്ത് നിർദ്ദേശിക്കാം നമുക്ക്? വീട്ടിലും സ്കൂളിലൊക്കെ എന്ത് ചെയ്യാം? ജൈവ അജൈവ മാലിന്യങ്ങൾക്കായി പ്രത്യേകം ബിന്നുകൾ സ്ഥാപിക്കുക അല്ലേ.
ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പഠനോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന പ്രദർശനമേളയിൽ ബൾബ് പ്രകാശിപ്പിക്കുന്നതിനുള്ള വൈദ്യുത സർക്യൂട്ട് നിർമ്മിക്കുവാൻ തീരുമാനിച്ചു. ഒരു ലളിതമായ സർക്യൂട്ട് നിർമ്മിക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ ഏതൊക്കെ? ബൾബ്, സെല്ല്, കണക്റ്റിംഗ് വയറുകൾ, സ്വിച്ച് എന്നിവയാണല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലളിതമായ സർക്യൂട്ട് നിർമ്മിക്കുന്ന രീതി ചിത്രം വരച്ച് വിശദീകരിക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഇനി 7B ക്വസ്റ്റ്യൻ എന്താണ്? സ്കൂളിൽ ഹരിതസഭാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് 5ാം ക്ലാസ്സിലെ കുട്ടികൾ ചേർന്ന് പേപ്പർ ബാഗ് നിർമ്മിച്ചു. ഇത് സ്റ്റെൻസിലിംഗ് ചെയ്ത് ആകർഷകമാക്കാൻ മനുവിനെയാണ് ചുമതലപ്പെടുത്തിയത്. ഇനി മനുവിന് സ്റ്റെൻസിൽ ചെയ്യാൻ ആവശ്യമായ സാധന സാമഗ്രികൾ എന്തൊക്കെയാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. സാധനങ്ങൾ എന്തൊക്കെ വേണം? ചാർട്ട് പേപ്പർ അല്ലെങ്കിൽ കാർഡ്ബോർഡ്, ദെൻ ബ്ലേഡ് അല്ലെങ്കിൽ കട്ടർ, ബ്രഷ് അല്ലെങ്കിൽ സ്പോഞ്ച്, പെയിന്റ് ഇവയ്ക്ക് ആവശ്യമാണല്ലേ. ഇനി സ്റ്റെൻസിൽ ചെയ്യുന്ന വിധം: കാർഡ്ബോർഡിൽ ആവശ്യമായ ചിത്രം വരച്ച് മുറിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? പേപ്പർ ബാഗിന് മുകളിൽ അത് ഉറപ്പിച്ച് വെട്ടി കുറഞ്ഞ പെയിന്റ് സ്പോഞ്ച് ഉപയോഗിച്ച് പതിപ്പിക്കുക. ഉണങ്ങിയ ശേഷം സ്റ്റെൻസിൽ മാറ്റുക അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയും ആയിരുന്നല്ലേ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ടായിരുന്ന എക്സാം? എളുപ്പമായിരുന്നല്ലേ. ഓക്കെ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.